ഹൈ, അഖിൽമാരാർ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഐ മീൻ കുറേയധികം കാര്യങ്ങൾ പറയുന്നതിന് കൂടെ ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എനിക്കത് കുറച്ച് കറക്റ്റായിട്ട് ഫീൽ ചെയ്യാനുള്ള കാരണം, നമ്മുടെ സാബു ഇതിന് മുമ്പ് ഒരു ഇന്റർവ്യൂവിൽ വന്ന് ശോഭയ്ക്കൊപ്പം ഇരുന്നുകൊണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. ശോഭയ്ക്കൊപ്പം ഇരുന്ന് പറയുന്ന ശോഭ പറഞ്ഞങ്ങ് കയറുകയാണ്. അഖിൽമാരാർക്കെതിരെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് കയറുന്ന സമയത്ത് ശോഭയെ ഒന്ന് കംഫർട്ട് ചെയ്തുകൊണ്ട് സാബു പറയുന്നുണ്ട്, ആ വിഷയമല്ല ചോദിക്കുന്ന വേറെ വിഷയമാണ്, വിഷയത്തിൽ നിന്ന് മാറിപ്പോവാതെ കാര്യം പറയൂ എന്നുള്ള രീതിയിൽ മാറ്റിയെടുക്കുന്നുണ്ട്. അപ്പം തന്നെ എനിക്ക് കറ്റിയിരുന്നു ഇവൻ ഇതിനകത്ത് പോകാൻ എല്ലാ ചാൻസും ഉണ്ടെന്ന്. സി, അയാൾക്ക് കണ്ടതും കേട്ടതും ഞാൻ മനസ്സിലാക്കിയ സാബുന തുറന്നടിച്ച് പറയുന്ന ഒരാളായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഏതോ ഒരു ഇതില്ലാതെ ഒരു എന്താ പറയണേ, സ്റ്റേജ് ഫിയർ ഒന്നും ഇല്ലാതെ കൃത്യമായിട്ട് പറയുന്ന ഒരാളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അല്പം ഓവറായിട്ടുള്ള ഒരു മാരാറിൻ്റെ ഒരു ലെവലാണ് അയാൾ. ഒരു ഓവറായിട്ടുള്ള ഒരു എന്താ പറയണ ഡോമിനേറ്റിംഗ് ക്യാരക്ടറാണ്, അല്ലെങ്കിൽ മെയിൽ ഷൊവോനിസ്റ്റോ അങ്ങനെ എന്തൊക്കെ പറയാം, അങ്ങനെയൊക്കെ ഒരു ടൈമാണ് അയാൾക്ക്. പെട്ടെന്ന് ഇയാൾക്ക് ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടായത് എന്താ? അയാൾ അതിനകത്തേക്ക് പോകുന്നു, വളരെ സൈലൻ്റ് ആയിട്ട് കാമായിട്ട്. നമ്മളൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നത് നന്നായിട്ട് കാര്യമായിട്ട് അവളോട് കാര്യം പറഞ്ഞു കൊടുക്കുന്നതാണ്. അയാൾ ഓരോരുത്തർക്കും കൊടുത്തത് ഓരോ സൂചനകളാണ്. കൃത്യമായി പുറത്തെ കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു കൊടുക്കും. നോറയുടെ അടുത്തായിരുന്നാലും ഓരോ കണ്ടസ്റ്റൻ്റ് അടുത്തും അയാൾ സംസാരിച്ചിട്ടുണ്ട്, കൃത്യമായി പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും, ബുദ്ധിയില്ലാത്തവരത് ഇഗ്നോർ ചെയ്യും. പിന്നെ ഒരു കുഞ്ഞുവാവ കളി ജാസ്മിനോട് കളിക്കുന്നുണ്ട്. ഒരു പരിധിയിൽ കൂടുതൽ അവളോട് കിടന്ന് ആടി കഴിഞ്ഞാൽ അവൾ തിരിച്ചാടിയാൽ ഇപ്പോൾ ഉള്ള വില കൂടെ സാബുവിന് നഷ്ടപ്പെടും എന്നുള്ള നല്ല ബോധ്യമുള്ളതുകൊണ്ടാണ് സാബു ആ രീതിയിൽ നിന്നത്. പക്ഷെ ഈ ഒരു കാര്യം നമുക്കൊന്ന് കേട്ടാലോ. മാരാര് പറഞ്ഞൊരു കാര്യമാണേ, ഒന്ന് കേൾക്കാം. അതായത് സാബു മോൻ പുള്ളിയെ വിളിച്ചിട്ട് പുള്ളിയോട് സംസാരിച്ച കാര്യമാണ് പുള്ളി പറയുന്നത്. ഒരുപക്ഷെ അവർ നന്നായിട്ട് സംസാരിച്ച് കാണും, കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞു. ഇനി വിളിക്കുകയാണെങ്കിൽ, അതായത് ഇനി ലൈവ് പോവുകയാണെങ്കിൽ എന്നെയും കൂടെ ചേർക്കണേ, എനിക്കും കുറച്ച് കാര്യങ്ങൾ അവരെ പറ്റി പറയാനുണ്ട് എന്ന് പറഞ്ഞ് മാരാർക്കൊപ്പം നിന്ന വ്യക്തിയാണ് സാബു. പെട്ടെന്ന് എന്താ ഒരു ചാഞ്ചാട്ടം വന്നേ? എമൗണ്ട് പരുന്ത് പണത്തിൻ്റെ മേളിൽ പറക്കില്ല, അങ്ങനെയല്ലേ സ്ലോഗൻ? അതോ പണത്തിൻ്റെ മേലിൽ പരുന്തും പറക്കില്ല എന്നാണോ? ഫെയിമൊക്കെ കിട്ടി, കപ്പും കിട്ടിയിട്ടും വീണ്ടും പണത്തിന് വേണ്ടി ആർത്തി മൂത്ത്, അല്ലെങ്കിൽ ആ ഒരു പ്രൊഫഷൻ, അവരൊക്കെ ഏഷ്യാനെറ്റിൻ്റെ സ്വത്ത ബേബികളാണല്ലോ, അപ്പോൾ അതൊക്കെ വേണമെന്നുള്ളത് കൊണ്ടായിരിക്കും വീണ്ടും പോയിട്ട് ചെന്ന് ഇതിനു വേണ്ടി സപ്പോർട്ട് വന്നത്. എന്ത് തന്നെ പറഞ്ഞാലും കഴിഞ്ഞ സീസണുകൾ പോലെ ഒന്നുമല്ല, ഇത്തവണത്തെ സീസണിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ വ്യത്യാസങ്ങളുണ്ട്. അത് ചൂണ്ടിക്കാണിക്കുന്നവരെ ഒറ്റപ്പെടുത്തുകയും അവരെ അപമാനിക്കുകയും ചെയ്യുന്നതിന് മുമ്പ് ഒരു നിമിഷം ചിന്തിക്കുക. ജാസ്മിന് വേണ്ടിയിട്ട് ഫേവറായിട്ട് അവിടെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ജാസ്മിന് വേണ്ടിയിട്ടെന്ന് മാത്രമല്ല, പല കണ്ടസ്റ്റൻറ്റിനും ഫേവറിസം ഉണ്ട്. കൂടുതൽ കൊടുക്കുന്നത് ജാസ്മിനാണെന്ന് മാത്രം. അതിനകത്ത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ വല്ലാണ്ട് പുച്ഛം തോന്നിയത്, ഈ ബിഗ് ബോസ് ഷോ നടത്തിപ്പുകാരോട് ഒരു പുച്ഛം തോന്നിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവൾക്ക് ഫോൺ വിളിക്കാനുള്ള സൗകര്യം ഏർപ്പാടാക്കി കൊടുത്തതാണ്. ഈ കാര്യം പൊതുജനങ്ങൾ അറിഞ്ഞത് അവളുടെ വായിൽ നിന്ന് തന്നെയാണ്. അപ്പം തൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെ ഒരു പാകപ്പിഴവ് വന്നിട്ട് ഉണ്ടായിട്ട് പോലും വീണ്ടും പൊട്ടത്തരത്തിൻ്റെ മേൽ പൊട്ടത്തരം തന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്ന അവളും, നമ്മുടെ ഈ കൂട്ടിക്കൊടുപ്പുകാരൻ എന്ന് പറയുന്നില്ല, മൂട്ടിക്കൊടുപ്പുകാരൻ, നമ്മുടെയൊക്കെ നാട്ടിൻപുറത്ത് പറയുന്നത് മൂട്ടിക്കൊടുപ്പുകാരൻ, അത് മറ്റേ മാമാപ്പണിയല്ല, രണ്ട് പേഴ്സൺസിനെ തമ്മി തല്ലിക്കാനുള്ള സ്ക്രൂ ടൈറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു പ്രത്യേകതര രാക്ഷസൻ. അടിച്ച് പല്ല് കൊഴിച്ചിട്ടും ബോധവും വെളിവും വന്നിട്ട് തലയിലാണ് കിട്ടിയത് അടി, എന്നാലും ബോധവും വെളിവും വരാത്ത ഒരുത്തൻ ഇരുന്നുകൊണ്ട് നൂട്ടി കൊടുക്കണമെന്ന് കേട്ടു നോക്കും. ഞാൻ അന്ന് പറഞ്ഞില്ലേ, എനിക്കൊരു സീൻ ഉണ്ടായപ്പോൾ ഇവിടെ നിന്ന് ചിരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ആ ചിരി ഞാനും ശ്രദ്ധിച്ചൊരു സാധനമാണ്. ഇന്നലെ ഗബ്രി ഇവിടുന്ന് പോവാൻ നേരത്ത് എന്നെ എത്രത്തോളം ഞാൻ പൊളിയാമോ, ഞാൻ അത്രത്തോളം പൊളിഞ്ഞാ നിൽക്കുന്നത്. ഞാൻ അവിടെ നോറയുടെ കണ്ട കുറച്ച് സാധനങ്ങളുണ്ട്. ഇവിടുന്ന് നമ്മൾ പുറത്ത് പോയിരിക്കും, കാരണം ബ്ലൈറ്റ്സ് ഇട്ടപ്പോ നോറയുടെ ചിരി, കളി, തമാശ ഇതുവരെ ഇല്ലാത്തൊരു, അത് അവനോടുള്ള ദേഷ്യം ഞാൻ പറയില്ല, ഞാൻ വിഷമിക്കുന്ന കണ്ടിട്ടുള്ള സാധനം. അത് ഒരാളുടെ സങ്കടം കണ്ടിട്ടല്ല വേറൊരാൾ ചിരിക്കേണ്ടത്. നീ അന്ന് പറഞ്ഞില്ലേ എനിക്ക് ഒരു സാഡിസ്റ്റ് മെന്റാലിറ്റിയാണ് നോറയ്ക്കെന്നാണ് പുള്ളിക്കാരൻ്റെ ഉപദേശം. സാരമില്ല, അതൊക്കെ ഓക്കെയാണ്. അടുത്തത് കേൾക്കാം. ഇതിനകത്ത് കുറച്ചെങ്കിലും മൂളമുള്ളവര് ചിന്തിക്കാവുന്ന സാധനമേ ഉള്ളൂ. ഞാൻ വന്ന് രണ്ടാമത്തെ ആഴ്ച എന്റെ വീട്ടിൽ നിന്ന് കൺഫെഷൻ റൂമിൽ വിളിച്ച് അന്ന് തൊട്ട് ഇന്ന് വരെ. അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, വീട്ടിൽ നിന്ന് വിളിക്കും, എനിക്ക് പറഞ്ഞൊരു നമുക്ക് നമ്മുടെ വീട്ടുകാർ ഒരു വിളിന്ന് നമുക്ക് മനസ്സിലാവും. എന്ത് ചിന്നു എന്നുള്ള വിളിയിൽ ഒരു ഇടർച്ചയിൽ നമുക്ക് മനസ്സിലാവും ഇവർക്ക് എന്തോ ഉണ്ട്. ഇത് പ്രീ പ്ലാൻഡ് ആണെങ്കിൽ ഓഫ്കോഴ്സ് നമ്മൾ പ്രീ പ്ലാൻ ചെയ്യുന്ന എന്തിനാണ്, ഗെയിമിൽ നമ്മൾ ഫസ്റ്റ് എത്തണം എന്നുള്ള ചിന്തയിലാണ് ഹസ്ബൻഡ്. ഇതിനകത്ത് കുറച്ചെങ്കിലും മൂളമുള്ളവര് ചിന്തിക്കാവുന്ന സാധനമേ ഉള്ളൂ. ഞാൻ വന്ന് രണ്ടാമത്തെ ആഴ്ച എന്റെ വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിക്കുന്നു.
അപ്പം നമ്മളും കണ്ടതാണ് രണ്ടാമത്തെ ആഴ്ച അങ്ങനെ ഒരു സംഭവം നടന്നത്. ഈ രണ്ടാമത്തെ ആഴ്ച വിളിപ്പിച്ച പ്രശ്നം തന്നെയാണ് ഏറ്റവും ഹൈലൈറ്റ് ആയത് എല്ലാവരും എടുത്തു വെച്ച് പറഞ്ഞത്. 2 weeks ഓഫ് ടൈം, 14 days ഓഫ് ടൈം. എന്തിനു വിളിച്ചു? ഇവരുടെ പേക്കൂത്തുകളുടെ എക്സ്ട്രീം ലെവൽ കണ്ടിട്ടാണ് വീട്ടിൽ നിന്ന് വിളി വന്നത്. എൻ്റെ വാപ്പ എന്നെ വിളിച്ച് പൊരിച്ചിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് പോകുന്ന ജാസ്മിൻ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഫേവറിസം. തീർച്ചയായിട്ടും ഒരാളെ അവർ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ജാസ്മിൻ തന്നെയാണ് വിന്നർ, തർക്കിക്കേ വേണ്ട. അവരത് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് മാറ്റമാകുന്ന രീതിയിൽ ആരവിടെ വന്നാലും അവരെ പുറത്താക്കുന്ന ടൈമാണ് കണ്ടത്. ആര് ജാസ്മിനെതിരെ നിൽക്കുന്നോ അവരെ വാൺ ചെയ്യും. അതിനനുസരിച്ച് അവർ ഫേവറായി കറക്റ്റായി നിന്ന് കൊടുത്തില്ല എങ്കിൽ പുറത്തേക്ക് വിടുന്ന സീനാരിയോ ആണ് ഇപ്പോൾ. പുറത്തേക്ക് പോകാം. ഇന്നിപ്പോൾ ഒരുപക്ഷെ പുറത്തേക്ക് വിടാനോ പുറത്തു ആക്കാനോ ചാൻസ് ഉള്ളത് ശ്രീരേഖയാണെന്നാണ് ശരണ്യാണെന്നാണ് കേൾക്കുന്നത്. പക്ഷെ വാസ്തവത്തിൽ പുറത്തേക്ക് പോകേണ്ട ആൾ അവിടെ തന്നെ ഉണ്ട്, അതിനകത്ത് കിടന്ന് ചുറ്റി കളിക്കുന്നുണ്ട്. ജിൻഡോയെ വാദിപ്രതിയാക്കി വളരെ മോശക്കാരനാക്കി ചിത്രീകരിക്കാൻ ഒരുപാട് ശ്രമങ്ങൾ അതിനകത്ത് നടന്നിട്ടുണ്ട്. എന്തുകൊണ്ട് ജിൻഡോയ്ക്ക് ജാസ്മിന് നേരിട്ടതുപോലെ സൈബർ ബുള്ളിങ് നേരിടേണ്ടി വന്നില്ല? 1 or 2 മിസ്റ്റേക്ക് നമ്മളെല്ലാവരും ഇഗ്നോർ ചെയ്യും. മിസ്റ്റേക്ക് മാത്രമുള്ള ഒരു പെണ്ണായിട്ട് ഈ കൊച്ച് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഇവക്ക് വേണ്ടി സപ്പോർട്ട് ഉണ്ടാക്കുന്ന കുറേ അധികം പേരെ ഞാൻ കണ്ടു. പ്രത്യേകിച്ച് യൂട്യൂബറിൽ മെയിൻ പ്രതിനിധി ഇരുന്നങ്ങ് തകർക്കുന്നത് കണ്ട്. അതുകൊണ്ട് പറയുന്നതാണ്, ഇപ്പം മനസ്സിലാകത്തില്ല. അവളിൽ നിന്നൊരു അറ്റാക്ക് കിട്ടിയാൽ മാത്രമേ അത് തിരിച്ചറിവുണ്ടാവുള്ളൂ. സൈബർ ബുള്ളിങ്ങിന് ഒരു പരിധിയില്ലെന്ന് ചോദിച്ചാൽ ഈ കുട്ടിക്ക് കൊടുക്കാവുന്ന പരിധിയൊന്നുമില്ല. കാരണം ഇവളുടെ ഉറ്റ സുഹൃത്തുക്കളെ പോലും സൈബർ ബുള്ളിങ്ങിന് ഇട്ടുകൊടുത്ത് ആനന്ദം കണ്ടെത്തിയ ഒരു ക്രൂക്കഡ് മൈൻഡ് ആ കൊച്ചിനുണ്ട്, ഇപ്പോഴുമുണ്ട്. അവളുടെ ആ മൈൻഡാണ് അവിടെ റിവീൽ ആയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ ഒരു അഭിപ്രായം 100 ദിവസം അവൾ നിൽക്കണം, കപ്പ് അവൾക്ക് തന്നെ കൊടുക്കണം. കാരണം അത് അംഗീകരിച്ചൊരു സാധനമാണ്. ഇതേപോലെ ഒരു വൃത്തികേട് കാണിക്കാൻ പറ്റിയ ഒരു പെങ്കൊച്ച് വേറെയില്ല. അവളുടെ ഏജ് റെസ്ട്രിക്റ്റ് ചെയ്ത് നമ്മൾ ഇവിടെ തന്നെയുണ്ട് ദുർഗുണ പരിഹാര പാഠശാല എന്ന് പറഞ്ഞിട്ട്. അതൊരു ജയിലാണെന്ന് എത്ര പേർക്കറിയാം? 18 വയസ്സിന് അണ്ടർ കുറ്റകൃത്യം ചെയ്യുന്നവരെ കൊണ്ടിടുന്ന ഒരു ജയിലാണ്. അതിലേക്ക് വന്നു വീഴുന്ന കുട്ടികളൊക്കെ 18 വയസ്സിന് മുമ്പുള്ളതാണ്. ഏജ് ഒരാളുടെ സ്വഭാവത്തിനെ സാധൂകരിക്കുമെന്നുണ്ടെങ്കിൽ 18 വയസ്സ് തികയാത്ത ഒരു ചെറുക്കനാണ് നിർഭയെ ഏറ്റവും കൂടുതൽ പീഡിപ്പിച്ചതും ബലാത്സംഗം ചെയ്ത് കൊന്നുകളഞ്ഞതും. നിർഭയയ്ക്ക് നേരിട്ട ഏറ്റവും വലിയ പീഡനങ്ങളിൽ ഒന്നാണ് റോഡ് ഇൻസേർട്ട് ചെയ്യുക. അത് ചെയ്തത് ഈ അണ്ടർ ഏജിലുള്ള പയ്യൻ തന്നെയായിരുന്നു. വയസ്സല്ല, ഒരാളുടെ പ്രവൃത്തിയാണ്, ഒരാളുടെ ആറ്റിറ്റ്യൂഡാണ്. ഭയങ്കര വൾഗർ ആറ്റിറ്റ്യൂഡാണ്. എനിക്ക് കാണിക്കാൻ ഒരുപാട് തെളിവുകളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ അത്രയൊന്നും വേണ്ട, ചെറിയ രീതിയിൽ തന്നെ പറഞ്ഞങ്ങ് അവസാനിപ്പിക്കാം. ഈ സപ്പോർട്ട് പറയുന്നവർക്ക് നല്ലതാണ്, നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. തീർച്ചയായിട്ടും അവർക്കും ഒരു വശം ഉണ്ടായിരിക്കും. അവളുടെ വശങ്ങളിൽ ഏതെങ്കിലും ഒരു കോണിൽ അവൾ ആരെയെങ്കിലും ഒക്കെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ കർമ്മ വിൽ സ്ലാപ്പ് ഹർ ഇൻ എ വെരി ബാഡ് മാനർ. ഇത് അവൾ അർഹിക്കുന്ന, ഇത് അനുവദിച്ചു കൊടുത്തിരിക്കുന്ന അർഹിക്കുന്ന സാധനം തന്നെയാണ് അവൾക്ക് കിട്ടുന്നത്. എന്നാലെങ്കിലും സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. നോറ വന്ന് മാപ്പ് പറയുന്നുണ്ട്, ഐ എം സോറി. അത് കേൾക്കാതെ എഴുന്നേറ്റ് പോകുന്ന അവൾ തലേന്ന് സാബുവിൻ്റെയും ഈ ശ്വേതാമേനൻ്റെ മുമ്പിൽ നിന്നുകൊണ്ടൊരു മാപ്പ് നാടകം എന്തിനാ കളിച്ചത്? അവളെ വിചാരം ഈ എഴുന്നേറ്റ് പോകുന്ന സാധനം പുറത്തേക്ക് വരത്തില്ല, മറ്റത് പുറത്തേക്ക് വരും. കാരണം അവിടെ സെറ്റപ്പാക്കി വെച്ചിരിക്കുകയാണല്ലോ. ഫേവറിസം ഉണ്ടോ ഇല്ലയോ എന്ന് ഏകദേശം മനസ്സിലായില്ലേ. ഇനിയിപ്പോൾ പുറത്തേക്ക് വന്നിട്ടിരുന്നുണ്ട്. സാബുവും പറയുകയാണ്, അവിടെ പിന്നെന്തോ ഏതോ ഒരു മാർക്കറ്റിലുള്ള സംഗതിയാണ് നടന്നതെന്നോ അങ്ങനെ എന്തോ പറയുന്നുണ്ട് പുള്ളിക്കാരൻ. അവിടെയൊക്കെ പോയി നല്ല എക്സ്പീരിയൻസ് ഉള്ള പാപ്പ അല്ലേ, അപ്പം പിന്നെ അതൊക്കെ അറിയാമായിരിക്കും. അവിടെ വെച്ചത് പറഞ്ഞിട്ട് വരണമായിരുന്നു. അത് കൃത്യമായി പറഞ്ഞിട്ട് വരാതെ പുറത്തേക്ക് ഇറങ്ങിയ ശേഷം ആ ഡയലോഗ് അടിച്ച് തീർത്തും മോശമായ ഒരു കാര്യമാണ്. മാത്രമല്ല അങ്ങനെയൊക്കെ തന്നെയാണ് അവിടെ നടന്നത്. പക്ഷെ അത് അങ്ങനെ ആക്കിയെടുത്തത് ജാസ്മിൻ തന്നെയാണ്. നിങ്ങൾ അന്ധതയോടുകൂടി നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാകത്തില്ല. അവിടെ നിരന്തരമായി ഓണേഴ്സിനെ ഇൻസൾട്ട് ചെയ്യുന്നൊരു രീതിയുണ്ട്. ഇതേ ടൈം ബിഗ് ബോസിനോട് കാണിച്ചാൽ മാത്രം ബിഗ് ബോസിന് മനസ്സിലാവും, അല്ലെങ്കിൽ അവളെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് മനസ്സിലാവും. അവിടെ അവൾക്ക് ജോലി കൊടുത്തവരെ ഇഗ്നോർ ചെയ്ത് അവരെക്കാൾ വലിയ സാധനങ്ങളാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അവിടെ കിടന്ന് കാണിച്ച പെർഫോമൻസ് വളരെ വേസ്റ്റഡ് ആയിരുന്നു. ഇതിന് മുമ്പ് ഇതേ തൊപ്പി കിട്ടിയ റോബോ ആയിട്ട് കിട്ടിയ സായിക്ക് ആ ഭ്രാന്ത് തോന്നിയില്ലല്ലോ. സായി ജോക്കറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ സ്വയം അങ്ങനെ ആകാൻ താല്പര്യമുള്ളവർ ഇതിലേക്ക് പോവുക. താൻ ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞാൽ അതിനകത്ത് കയറിപ്പോയാൽ അങ്ങനെ അല്ലാത്ത കുറേ വശങ്ങളുണ്ടെന്ന് പുറത്തു കൊണ്ടുവന്ന് കാണിക്കും. മൂക്കിന്ന് കൈയെടുത്ത നേരെയില്ല, മൂക്കള തുപ്പുക, മൂക്കള പിടിച്ച് കളയുക, ഇത് തന്നെയാണ് പരി. ഇനി ഹനാൻ എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ ഒരു ക്യാപ്ഷൻ അല്ലെങ്കിൽ ഒരു ചെറിയ ഇത് കാണുകയുണ്ടെങ്കിൽ അതിനകത്ത് അവൾ പറയുന്നുണ്ട്, അവരുടെ ഏറ്റവും മോശപ്പെട്ട വശങ്ങൾ മാത്രം പുറത്തേക്ക് കാണിക്കുന്നു. വശങ്ങളുണ്ടെങ്കിൽ കാണിക്കും, വശങ്ങൾ മാത്രമേ ഉള്ളൂ അവൾക്ക്. നല്ല വശങ്ങൾ എന്താണ്? കുളിച്ചിട്ട് ലിപ്സ്റ്റിക് ഇടുന്നതാണ്. അത് പക്ഷേ ആഴ്ചയിൽ ഒരിക്കൽ സംഭവിക്കുന്ന ഒരു കാര്യമല്ലേ. ആരെയാണ് അവൾ വിടാത്തത്? അൻസിബയോട് അവൾ കാണിക്കുന്ന ഒരു വിരോധം എന്തിന്? അൻസിബ എന്ത് ചെയ്തു? ഇതിനു മുമ്പ് അപ്സരയോട് കാണിച്ചത് എന്തായിരുന്നു? അവിടെയുള്ള ഓരോ പെൺകുട്ടികളോടും അവൾ വ്യക്തി വൈരാഗ്യം വെക്കുന്ന വ്യക്തിയാണ്. ശ്രീധുവിന് കാര്യം അറിയാതെ ഒട്ടി നിൽക്കുകയാണ്.
ചെറിയ പ്രശ്നം വരുമ്പോൾ തന്നെ ശ്രീധുവിനെ ഇട്ട് കുത്തുന്നത് കണ്ടിട്ടുണ്ടോ? ശ്രീധുവിനോട് കളിച്ചിട്ട് കാര്യമില്ലാണ്. ശ്രീധുവിന് ഒരു ബെസ്റ്റ് പാർട്ട്ണറായിട്ട് അവിടെ നിൽപ്പുണ്ട്. അൻസിബയോടുള്ള ശത്രുത മുഴുക്ക ഋഷിയെ വെച്ചിട്ടാണ്. ഇനി ഋഷിയും അൻസിബയും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ മറ്റൊരു രീതിയിൽ വക്രീകരിച്ച് കൊണ്ടുവരുന്നതും ഇവളാണ്. ആകെ മൊത്തത്തിൽ ആ ഒരു മൊത്തം ടീംമേറ്റ്സിനെ എല്ലാം തന്നെ നശിപ്പിക്കുന്ന രീതിയിലാണ് പെർഫോമൻസ് നടത്തുന്നത്. ബാക്കി ആർക്കും അവിടെ ഒരു വോയിസ് ഇല്ല, ബാക്കി ആർക്കും അവിടെ ഒരു സ്ക്രീൻ സ്പേസ് ഇല്ല. എവിടെയും കയറുക, എന്തിനും പറയുക, എന്തിനും എല്ലാത്തിനും കയറി അങ്ങ് അറ്റാക്ക് ചെയ്യുക. വയസ്സ് എന്നത് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് മൂത്തവർക്ക് കൊടുക്കുന്ന റെസ്പെക്റ്റിൽ കൂടെ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ആ പെൺകുട്ടിയെ റെസ്പെക്റ്റ് ചെയ്യാത്ത എത്ര പെൺകുട്ടികൾ അവിടെയുണ്ട്? നോറ ഇത് തന്നെയല്ലേ നിരന്തരം പറയുന്നത്, എടി എന്നും മറ്റുമൊക്കെ എന്നെ കിടന്ന് വിളിക്കുന്നത്. ഇപ്പൊ പരാതി പറയുന്നത് ഋഷിക്കെതിരെയാണ്. ഋഷിയാണോ കുഴപ്പം? ഋഷിയേക്കാൾ വൾഗറായി തന്നെയല്ലേ ജാസ്മിൻ അവിടെ പ്രതികരിക്കുന്നത്? എടി 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 എന്ന്. ഇപ്പൊ നന്ദന എടി എന്ന് വിളിച്ചാൽ ജാസ്മിൻ ക്ഷമിക്കുമോ? ഇല്ല, ജാസ്മിൻ അത് സഹിക്കാനാകത്തില്ല. അതുപോലെ തന്നെയല്ലേ ബാക്കിയുള്ള കുട്ടികളും. അൻസിബയ മോളെ ചട്ടെ കൊട്ടെ ഇതൊക്കെ എന്തിനാ അങ്ങനെ കളിയാക്കുന്നത്? ഊഷി അവളെപ്പോലെ അതേ ഫീൽഡിൽ നിന്നൊക്കെ വന്ന കുട്ടികൾ തന്നെയല്ലേ. എബിലിറ്റി ഇല്ലെങ്കിൽ അതുവരെ എത്താൻ പറ്റത്തില്ലല്ലോ. ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് നടത്തി ഒരുപാട് ടെസ്റ്റൊക്കെ കഴിച്ച ശേഷം തന്നെയാണ് ആ ഒരു പ്രോഗ്രാമിലേക്ക് ആളുകളെ എടുക്കുന്നത്. അങ്ങനെ ഉള്ളവരെ പോലും കരഞ്ഞ് കൊല്ലിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ എത്രമാത്രം ക്രിമിനലാണെന്ന് ഓർത്തത്. ബോൾനെസ് എന്നല്ല പറയുക, ഉള്ളിൽ അത്രത്തോളം തീവ്രമായ വൃത്തികേടുള്ള ഒരു പെൺകുട്ടിക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ തരം താരാൻ പറ്റുള്ളൂ. പിന്നെ പലരും പറയുന്നത് പോലെ ഞങ്ങളിത് മെനക്കെട്ടിരുന്ന് കാണുന്നത് ഇത് അങ്ങനത്തെ ഒരു ഷോ ആയതുകൊണ്ടാണ്. ഒരുത്തി വന്ന് പെർഫോം ചെയ്യുന്നതാണെങ്കിൽ ഞങ്ങൾക്ക് കുഴപ്പമില്ല, ഞങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടാൽ മതി, നിർബന്ധമില്ല. പക്ഷെ ഇത്രയും പേര് ഇങ്ങനെ ഒരു അടച്ച മുറിയിൽ എങ്ങനെ ബിഹേവ് ചെയ്യും? ഞങ്ങൾക്കൂടെ ഒരു എക്സ്പീരിയൻസ് ആണ്. അതിനുവേണ്ടി പോകുമ്പോൾ ഓൾറെഡി ഒരാളെ ഫിക്സ് ചെയ്ത് വെച്ചിട്ട് അവൾക്ക് വേണ്ടി ഫേവറിസം കാണിക്കുന്ന ഒരു വൃത്തികെട്ട ഷോ, അത് കാണേണ്ട ഗതികേടൊന്ന് ആലോചിച്ച് നോക്കിക്കുകയാണ്. എനിവേ, ഇനി ഇത് കാണണ്ടെന്ന് വെച്ചാൽ തന്നെ ഈ ഒരു ടൈമിൽ കാണുന്ന മനുഷ്യർക്ക് അത് പറയാനുള്ള അധികാരമില്ലേ? അവർക്ക് അതിനുള്ള അവകാശമുണ്ട്, അവരത് പറയട്ടെ, വേണമെന്നുള്ളൊരു കേട്ടാൽ മതി. പിന്നെ പുറത്തേക്ക് വന്നാൽ ആ കുട്ടിയുടെ ലൈഫ് എന്താകുമോ എന്നുള്ള ടെൻഷൻ അടിക്കുന്ന കുറേ പേരുണ്ട്. അത് റിയാസാണ്. പുറത്തേക്ക് വന്നാൽ ആ കുട്ടിയുടെ ലൈഫ് ഭയങ്കര പ്രോബ്ലത്തിൽ വരും, അതിനെ ഇങ്ങനെ സൈബർ ബുള്ളിങ് ചെയ്യാൻ പാടുമുണ്ടോയെന്ന്. ഇപ്പോൾ ഉള്ള സൈബർ ബുള്ളിങ് അല്ല ഇനി നേരിടാൻ പോകുന്നത്. ഇനി പുറത്തു വന്ന് കാണിക്കുന്ന കോഷ്ടികൾക്ക് ഇനിയാണ് സൈബർ ബുള്ളിങ് ആ കുട്ടിക്ക് വരാതിരിക്കുന്നത്. ഇതുവരെ അവൾ ഉണ്ടായിരുന്നില്ല, അവൾ രക്ഷപ്പെട്ട് നിൽക്കുകയാണ്. ഇനി പുറത്തേക്ക് വരുമ്പോഴാണ് കൂടുതൽ കിട്ടാൻ പോകുന്നത്. കാരണം പുറത്തേക്ക് വന്ന് ഇനി അടുത്ത് കീച്ചാൻ പോകുന്നത് ഈ പറഞ്ഞവർക്കെതിരെയൊക്കെ ആയിരിക്കും. ആരെയൊക്കെ പറയുമെന്ന് അറിയാമോ? ഈ മുൻപ് കണ്ട ഊന്നാക്ക, പിന്നയ്ക്ക, വാഴയ്ക്ക, മണ്ടയ്ക്ക, അപ്പൂക്ക, അച്ചില ഒന്നും ഉണ്ടായിരുന്ന അസിലയുടെ പെടലി കിട്ട് വെട്ടുന്നത് നിങ്ങൾ കണ്ടോളൂ. ഇല്ലെങ്കിൽ എഴുതി വെച്ചോ, അസിലയുടെ പെടലി കിട്ടവൾ വിട്ടു. കാരണം മിണ്ടാതെ ആ കുട്ടി ഇരുന്നാൽ പോലും എന്നെ വെറുതെ വിടത്തില്ല. നമ്മുടെയൊക്കെ എക്സ്പീരിയൻസ് ആണ്, കണ്ടതാണ്. ഇതേപോലെ സൈബർ ബുള്ളിങ്ങിന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞങ്ങളെയൊക്കെ. അന്ന് എവിടെ പോയിരുന്ന കണ്ണാടിക്കാരനെന്ന് എനിക്കറിയത്തില്ല. അന്ന് കണ്ണാടിക്കാരൻ്റെ അണ്ണാക്കിൽ പിരിവെട്ടിയോ? ഇതിനേക്കാൾ വൾഗറായ ഒരു പേഴ്സൻറ്റേജ് കാര്യം പോലും സത്യമുള്ളതില്ല, അറിയുമോ? ഒരു സാധനം പോലും സത്യമായിട്ടുള്ള ഒരു കാര്യം പോലും എൻ്റെ ലൈഫ് ഹിസ്റ്ററിയിലുള്ള ഒരു കാര്യം പോലും സത്യമുള്ളത് വന്ന് പറഞ്ഞിട്ടില്ല. ഫുൾ മാനിപ്പുലേഷൻ. മൊത്തം ഉണ്ടാക്കിയെടുത്ത പെരുന്നുണകൾ കൊണ്ടുവന്ന് എന്നെ ആക്രമിക്കുമ്പോൾ ഇയാൾ അണ്ണാക്കി പിരിവെട്ടിയിരുന്നു. ഇന്ന് ഈ സത്യാവസ്ഥകളെല്ലാം കൂടെ ചേർത്തുകൊണ്ട് ഞങ്ങൾ പറയുമ്പോൾ വേദനിക്കുന്നുണ്ടെങ്കിൽ മനുഷ്യനാണോ നീ എന്ന് ഞങ്ങളുടെ ചോദ്യം, എൻ്റെ ചോദ്യം അതാണ്. നീ മനുഷ്യനാണോടാ? നിനക്കൊരു അല്പമെങ്കിലും മനസ്സാക്ഷി ഉണ്ടോടാ? 4 കെട്ടി 40 കെട്ടി, വ്യഭിചാരം, വാണിഫം, മക്കളുടെ തന്ത, അത് ഇത് എന്തൊക്കെ കള്ളത്തരങ്ങളാണ്. തെളിവെവിടെയെന്ന് മാത്രമാണ് ഇപ്പുറത്തുനിന്ന് ഞാൻ വാറിയറായി നിന്ന് ഞാൻ ചോദിച്ചത്. എവിടെ തെളിവ്? എന്താ നിങ്ങൾക്കുള്ള തെളിവ്? ഒരു മാപ്പിള പോയി, അടുത്ത മാപ്പിള വന്നു, അത് പോയി, ഇത് പോയി, ഉണ്ടോ തെളിവ്? ഇതുപോലെ ഉന്നക്കോ പിന്നയ്ക്കോ വാഴയ്ക്കോ ആരെങ്കിലും വന്ന് സംസാരിച്ചോ? എന്തെങ്കിലും ഒരു എവിഡൻസ് ഉണ്ടോ? ഇല്ല. ഒരു കള്ളി ഇരുന്നു കൊണ്ട് കഥ പറയുന്നു, ഏറ്റുപിടിക്കുന്നു, ഏറ്റുപാടുന്നു. അവൻ്റെ തന്തയെ ഞാൻ പറഞ്ഞു അതുകൊണ്ടാണെന്ന്. ഇങ്ങോട്ട് എങ്ങനെയാണോ അങ്ങോട്ടും അതേ കൊടുക്കാൻ പറ്റൂ. സ്ത്രീകളെ ആക്രമിക്കുന്ന ഒരു രീതി ഉണ്ടെങ്കിൽ അതിനെതിരെ സംസാരിക്കുകയാണ് ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ളത്. അവൾ തന്നെ ഫോണിൽ അത് പറഞ്ഞിട്ടുമുണ്ട്. താത്ത നിങ്ങൾ പറയുന്ന ആപ്റ്റ് പോയിന്റാണ്, കറക്റ്റാണ്. എന്നിട്ട് കൊട്ടേഷൻ കൊടുത്ത് ഇത്രയും ആൾക്കാരെ വെച്ച് ഞങ്ങളെ അപമാനിക്കുമ്പോൾ, അതും കാരണമില്ലാതെ അപമാനിക്കുമ്പോൾ തിരിച്ച് കാരണം കിട്ടുമ്പോൾ മിണ്ടാതിരിക്കണമോ? അത് നിന്റെ ഔചിത്യമോ അല്ലെങ്കിൽ നിന്റെ ഉന്നത കുലതയോ ഒക്കെ ആയിരിക്കാം. ഞങ്ങൾക്ക് അത്രയും ഇതില്ല, എനിക്ക് അത്രയും മനസ്സാക്ഷി ഇല്ല എന്നുള്ള കാര്യം വസ്തുതയാണ്. ഇതേ ഒരു 100 തെളിവ് ഞാൻ എവിഡൻ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അവൾക്ക് വേണ്ടി ഫേവറിസം ചെയ്താണ് അവൾക്ക് ഫോൺ വിളിച്ചത്. സാബു ഒക്കെ വന്ന് കാണിച്ച ഡ്രാമ മുഴുക്ക അവൾക്ക് വേണ്ടിയിട്ടായിരുന്നു. ഒരാൾ പോലും മറി പറയുന്നില്ല. സാബു വന്നിട്ട് പറയണത് എന്താണെന്ന്, യു വെരി ക്യൂട്ട്നെസ് ഓവർലോഡ് കുട്ടി മെഴുകുന്നു. ഇതേ ഒരു കാര്യം അവൻ്റെ ഇതിനകത്ത് നടത്തിയിരുന്നെങ്കിലും പേളി മാണി അനുഭവിച്ച വിഷമം എന്തൊക്കെയായിരുന്നു? എത്രത്തോളം ബുദ്ധിമുട്ട് അനുഭവിച്ചു? എന്തുകൊണ്ട് അവരൊന്നും ഇതിനകത്തേക്ക് വന്ന് ഇവരെ വെളുപ്പിക്കാൻ നിന്നില്ല?
താല്പര്യമില്ലെന്ന് പറഞ്ഞു. അതിൻ്റെ റീസൺ ഇതാണ്. വ്യക്തമായി പറഞ്ഞാൽ ഏറ്റവും വൾഗറായ രീതിയിൽ, ഏറ്റവും മോശപ്പെട്ട രീതിയിൽ ഒരു പെൺകുട്ടി എന്താകരുതെന്ന് സമൂഹത്തിന് കൊടുക്കുന്ന ഏറ്റവും വലിയ തെളിവാണ് ഈ പെണ്ണ്. കയറി മുകളിലേക്ക് കയറുമ്പോൾ ആരെയും എന്തും ചെയ്തു കളയാന്നൊരു തോന്നലുണ്ടല്ലോ, അത് വളരെ വൾഗറാണ്. ഇനി ഇതൊക്കെ പോട്ടെ, കണ്ണാടിക്കാരൻ്റെ അറിവിലേക്കായിട്ട് എൻ്റെ പേഴ്സണൽ നമ്പറിൽ ഒന്ന് വിളിക്കുക, കുറച്ചധികം ഡീറ്റെയിൽസ് ഞാൻ അങ്ങോട്ടിട്ട്, എന്നിട്ട് തൻ്റെ അഭിപ്രായം അതാണെങ്കിൽ ഒന്നും പറയാനില്ല. ഈ കടപ്പുറം കക്കൂസ് ഒരു കോള് ചെയ്തിട്ട് അതിനകത്ത് വന്നിരുന്ന് ഇവള് തെറി വിളിക്കുന്നുണ്ട്. ഇവളെ എന്തോന്ന് വാങ്ങാ ചെയ്തെന്ന്? ഇവിടെ ടാങ്കോയിലുണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞത്. ഇപ്പം എന്താ അവിടെ കേട്ടത്? ടാങ്കോയിൽ ഉണ്ടെന്ന് തന്നെയല്ലേ, തെളിവല്ലേ? ടാങ്കോയിൽ ഉള്ള കാര്യം ഉണ്ടെന്നല്ലേ പറഞ്ഞത്. ഇത് ഞാൻ പറഞ്ഞപ്പോൾ കുഴപ്പമായി. ഇപ്പോൾ ഈ കാണുന്ന എല്ലാ കേരളക്കാരെ ഒന്നാകെ പറയുന്നുണ്ടോ ടാങ്കോ കേളായിരുന്നെന്ന്. ഞാൻ മാത്രമല്ല, അവളും അവളെ കൂട്ടുകാരി അതിനകത്തുണ്ട്. രണ്ടുപേരും ടാങ്കോയിലുണ്ടായിരുന്നു. അപ്പോൾ കുഴപ്പമില്ല, ഞാൻ പറഞ്ഞപ്പോഴായിരുന്നു കുഴപ്പം. അത് ഞാൻ പറഞ്ഞതുമല്ല, ഹൈസ എന്ന് പറയുന്ന ഹൈസെണ്ണം കോഴി പറഞ്ഞ കാര്യമാണ് ഞാൻ അവിടെ പ്രസൻറ്റ് ചെയ്തത്. അതിനാണ് ഞാൻ ഇത് ഇത്രയും കേട്ടത്. എന്തടിസ്ഥാനത്തിൽ, എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? അപ്പോൾ ഇത്രയധികം മാനസിക പീഡനം എനിക്കിട്ട് തരുമ്പോൾ ഞാൻ മിണ്ടാതെ അത് കേട്ടുകൊണ്ട് മിണ്ടായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് പോലും തെറ്റാണ്. എന്തായാലും കൊള്ളാം, നിനക്കും ഒരു അമ്മയുണ്ടാകും. നീ ഒന്നിലും പെടാതെ ഒന്നിലും അറിയാതെ മാറി നിൽക്കുകയാണെങ്കിൽ നിന്നെ സമൂഹത്തിൻ്റെ മുമ്പിൽ വയറ് ചാടിയെന്നും കറുമ്പനെന്നും മോശപ്പെട്ട രീതിയിൽ ഒരു രീതിയിൽ ഇന്നവരെ അവൻ പഠിച്ച് അവൻ കോളേജ് കഴിഞ്ഞ് അവൻ നിൽക്കുന്ന കുട്ടിക്ക് ഇന്നവരെ കോളേജിലോ സ്കൂളിലോ ഒരിടത്ത് പോലും ഒരു പെൺകുട്ടി മോശം പറഞ്ഞ് കേട്ടിട്ട് പോലും ഇല്ലാത്ത ഒരു പെറ്റി കേസ് പോലും ഫയൽ ചെയ്യാത്ത എൻ്റെ കുട്ടീനെ എമ്മാതിരി എല്ലാം എടുത്തു വെച്ച് പറയുമ്പോൾ എന്നിൽ അമ്മയ്ക്ക് നോവും. ഒരു കാര്യം വേണം, ഒരു കാരണം വേണം. ഉണ്ടെങ്കിൽ നിങ്ങളെ കൂടെ ഞാനും പറയും, ഞാനും ചേർന്ന് നിൽക്കും. ഒരു കാരണവുമില്ലാതെ എൻ്റെ പൊന്നുമോനെ അപമാനിച്ചിട്ട് പിന്നെ അവൾ ഈ കിടന്ന് നമുക്കിത് കിട്ടിയാൽ പോരാ, അവൾക്ക് ഇത് കിട്ടിയാൽ പോരാ, ഇതിൻ്റെ അപ്പുറം വരണമെന്നാണ്. അത് നെഞ്ചാറിയിട്ടില്ല എന്നുള്ളതാണ് അർത്ഥം. എൻ്റെ നെഞ്ച് ആറിയിട്ടില്ല എന്നാണ് അർത്ഥം. അത്രമേൽ തീവ്രമായിരുന്നു. നീ തന്നെ പറഞ്ഞ് പലയിടങ്ങളിലും ഞാൻ കേട്ടിട്ടുണ്ട്, നീ രാവിലെ എഴുന്നേറ്റ് നോക്കുന്നത് റവന്യൂ എത്രയാണ്. കൈകാല ആരോഗ്യമുള്ള, അധ്വാനിക്കാൻ കഴിവുള്ള, കേപ്പബിലിറ്റി ഉള്ള നിനക്ക് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ ഇതില്ലാതിരിക്കുന്ന എനിക്ക് എന്തായിരിക്കും അവസ്ഥയെന്ന് ചെറുതായിട്ട് ചിന്തിച്ചാൽ മനസ്സിലാവും. അത്രത്തോളം ഭീകരമായിരുന്നു ഞാൻ അനുഭവിച്ചത്. ആ അനുഭവങ്ങളിൽ നിന്നുകൊണ്ട് പറയുക തന്നെ ചെയ്യും, മരണം വരെ പറയും. അതിലെന്ത് പ്രശ്നം വന്നാലും ഫേസും ചെയ്യും. കാരണം ഞാൻ ഇന്നവരെ അനാവശ്യമായിട്ട് ഒരു ഗോസിപ്പുകളിലും പോയി ചാടിക്കൊടുത്ത വ്യക്തിയല്ല. കളവകളും കള്ളത്തരങ്ങളും മാത്രം പറഞ്ഞുകൊണ്ട് ഒരാളെ അറ്റാക്ക് ചെയ്യുമ്പോൾ അത് ഉള്ളവർക്കാണ് വേദനിക്കേണ്ടത്, ഇല്ലാത്തവർക്ക് ഒരു പ്രശ്നം ഉണ്ടാവേണ്ട കാര്യമില്ല. സോ ഐ എം ഓൾവേസ് ലൈക്ക് ദാറ്റ് ഓൺലി. എൻ്റെ കുഞ്ഞിന് വേണ്ടി ഞാൻ എപ്പോഴും നിലകൊള്ളുക തന്നെ ചെയ്യും. എൻ്റെ കുഞ്ഞിനെയാണ് അപമാനിച്ചത്, അതും ഒരു പെരുങ്കള്ളി. അവളുടെ കള്ളത്തരം പുറത്തു വരുമ്പോൾ അത് പറയാനൊരു അവസരം കിട്ടിയാൽ 100% നമ്മൾ പുറത്തേക്ക് വന്ന് പറയും. അതിലെന്താ തെറ്റ്? ദാറ്റ്സ് ഇറ്റ്.